എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വിടാം. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് മൂന്നാർ നമ്മുടെ ബോട്ടാണിക്കൽ ഗാർഡനിലാണ്. മൂന്നാറിൽ ഇന്ന് തണുപ്പ് അത്യാവശ്യം ഒരു 12 ഡിഗ്രി 13 ഡിഗ്രി ആണെന്ന് ഇപ്പോൾ വൈകിട്ടുള്ള തണുപ്പ്. പക്ഷേ നല്ല ക്രൗഡഡാണ്, ആൾക്കാരുകൾ ഇഷ്ടം പോലെയുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുകൾ വന്നിട്ടുണ്ട്. ഇവിടെ പൂക്കളൊക്കെ നല്ല പൂക്കളൊക്കെ ഉണ്ടായിട്ട് പുഷ്പിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ചെടികളൊക്കെ ഇത് 4-5 വർഷമായി തുടങ്ങിയിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചില ചെടികളൊക്കെ ഇപ്പോഴും ചെറിയ ഹൈറ്റിൽ തന്നെയുള്ളൂ. എല്ലാം വലുതായിട്ടില്ല, കുറച്ചൊക്കെ വലുതായി നല്ല ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നിൽക്കുന്നു. ചിലതൊക്കെ ഇപ്പോഴും ഹൈറ്റില്ലാണ്ട് ചെറിയ ചെറിയ ചെടികളായിട്ട് ചിലപ്പോൾ ഒരു 4-5 വർഷം കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി നല്ല ഭംഗിയിൽ ഈ സാധനങ്ങളൊക്കെ വരായിരിക്കും. ഇതൊക്കെ നമ്മുടെ ഹൈഡ്രാഞ്ചിയ, ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഔട്ടായി കഴിഞ്ഞ സാധനങ്ങളാണ് ഈ ഹൈഡ്രാഞ്ചിയൊക്കെ. ഇപ്പോൾ കുറേ കൊല്ലങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഹൈഡ്രാഞ്ചിയ കിടന്നത്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഹൈഡ്രാഞ്ചിയ ഒരു 90കളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നാമാവശേഷമായി. പിന്നെ നല്ല ചില സ്റ്റാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ആനയുടെയും കാട്ടുപോത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ. പിന്നെ ചെറിയ ഊഞ്ഞാലും ഞങ്ങളതിൽ കയറി ഊഞ്ഞാലിലൊക്കെ നാടി. പിന്നെ ഈ വിൻ്റർ സീസൺ തുടങ്ങിയതുകൊണ്ടോ ആയിരിക്കും കേട്ടോ ചിലപ്പം ഈ പൂക്കളൊക്കെ ഇത്രയ്ക്കും പുഷ്പിച്ച് വെക്കുന്നത്. എല്ലാ ടൈമിനും ഇത്രയും ബ്യൂട്ടി ഉണ്ടാവണമെന്നറിയില്ല. പിന്നെ ഒരു ചെറിയൊരു തോട് മാതിരി ഒരു മാതിരി പോകേണ്ട ഒരു അരുവി മാതിരി നല്ല നല്ല തണുത്ത വെള്ളമായിരുന്നു. അധികം വെള്ളമില്ല, പക്ഷേ കാണാൻ നല്ല രസമാണ്. അതിൻ്റെ താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് ഒരു ചെറിയ അരുവി മാതിരി ഒഴുകുന്നത്. അങ്ങനെ അത് കണ്ട് ഞങ്ങളിങ്ങനെ കയറി മുകളിലേക്ക് കയറി പോരാണ്. അത് ചെറിയ ഒരു സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകണം കേട്ടോ. അപ്പോൾ കയറി കുത്തിനുള്ള കയറ്റാണ്. കയറി പോരാനായിട്ട് പാടണം. ഒരാൾ പിടിച്ചിട്ടൊക്കെയാണ് വരുന്നത്. ബോട്ടാണിക്കൽ ഗാർഡൻ നല്ലൊരു സംഭവം ഉണ്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മുമ്പ് വന്നപ്പോൾ കണ്ടിട്ടില്ല. നല്ല ഫ്ലവേഴ്സും എല്ലാ ടൈപ്പ് ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് ഇപ്പോൾ എല്ലാം നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട്. ലൈറ്റ് ഷോ ഉണ്ട് എല്ലാ ദിവസവും 7 മണിക്കെന്നൊന്നും അറിയില്ല. ഇന്ന് 7 മണിക്ക് ലൈറ്റ് ഷോ ഉണ്ട്. നല്ല ക്രൗഡഡാണെന്ന്. വെക്കേഷൻ ടൈമാണല്ലോ. പൂക്കളൊക്കെ നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ലൈറ്റുകളും ഇതൊക്കെ ആയിട്ട് വേറിട്ടൊരു കാഴ്ചയാണ്. നമുക്ക് ഇവിടെ ബാംഗ്ലൂർ ബോട്ടാണിക്കൽ ഗാർഡൻ മാതിരി ആ ഒരു കൺസെപ്റ്റിലൊക്കെ ചെയ്തേക്കാന്ന് തോന്നുന്നു. നല്ല ഇതായിട്ട് വലുതായി വരുന്നു. ചെടികളൊക്കെ വലുതായി വരുന്നു. അപ്പോൾ ഇനി ഒരു വർഷം കൂടി കഴിയുമ്പോൾ ഇതൊക്കെ നല്ല ഗ്രോത്തിൽ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ തൈകളായിട്ടുള്ള ചെടികളൊക്കെ നല്ല ഗ്രോത്തായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ മൂന്നാർ വരുന്നവർ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഇവിടുന്ന് സന്ദർശിക്കുക. അങ്ങനെ സമയം 7 മണി ആവാറായിട്ടോ. നമ്മുടെ ലൈറ്റ് ഷോ ആണ് മെയിനായിട്ട് ഇന്നത്തെ ഹൈലൈറ്റ്. അപ്പോൾ ലൈറ്റ് ഷോ ഏകദേശം തുടങ്ങാറായി. ആൾക്കാരുകളൊക്കെ അവിടെ അതിൻ്റെ മുമ്പിലൊക്കെ ചെന്ന് ഇരിപ്പ് തുടങ്ങി. അപ്പോൾ ഞങ്ങളും ലൈറ്റ് ഷോയുടെ ഗാലറിയിലേക്ക് ചെന്നിരിക്കാനായിട്ട് പോകണ്ടോ.
അപ്പോൾ അങ്ങനെ ലൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ അങ്ങനെ ലൈറ്റ് ഷോയുടെ അവിടെ നിന്ന് നല്ല മുകളിലേക്ക് കയറി ഗേറ്റിലേക്കുള്ള വഴിയാണ് ഇതൊക്കെ. അപ്പോൾ വഴിയുടെ സൈഡിലൊക്കെ ഇങ്ങനെ നമുക്ക് പല പല സ്റ്റാച്യൂകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മൂന്നാറിലെ മറ്റേ കൊമ്പൻ്റെ സ്റ്റാച്യു, അങ്ങനെ കുറേ ഒരു പുലിയുടെ സ്റ്റാച്യു അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പോണ വഴിക്കൊക്കെ ഇതൊക്കെ കാണാം. നല്ല ഇലുമിനേഷൻ നല്ല ഭംഗിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അത് ഈ ഫെസ്റ്റീവ് സീസൺ ആയതുകൊണ്ടാണോ എന്നറിയില്ല, എന്നും ഈ ഇലുമിനേഷൻ ഉണ്ടോ എന്നറിയില്ല. പക്ഷേ നല്ലൊരു ഇലുമിനേഷൻ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. നമ്മൾ ഈ പള്ളി പെരുന്നാളിനൊക്കെ പോയിട്ട് കാണുന്നതിനേക്കാളും നല്ല ബ്യൂട്ടി ആയിട്ടുണ്ട്. അങ്ങനെ പോകണ വഴിക്ക് ഇതൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ ഗേറ്റിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഒരു ക്യാമറ അലർജി ഉള്ള ആളാണത്. എന്നെ ക്യാമറയിൽ എടുക്കാൻ പാടില്ലെന്നാണ് അവൾ പറയാം. അത് കാരണം മിന്നി ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്റ്റിൽസും ഇതൊക്കെ എടുത്തിട്ട് അങ്ങനെ മെല്ലെ ഞങ്ങൾ അവിടെ നിന്ന് സ്കൂട്ടായി. അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. നമ്മളുടെ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.